മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസ് മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് അറസ്റ്റിലായത്. പ്രതിപട്ടികയിൽ പുറത്തുള്ളയാളാണ് ഇയാൾ. പെൺകുട്ടിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അറസ്റ്റ്. പിടിയിലായ സിന്ധുവും ബിലാൽ എന്ന ശ്രീകുമാറും തമ്മിൽ അടുത്ത ബന്ധമെന്ന് പോലീസ് പറഞ്ഞു. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക റോളെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞ് 7 വയസ്സുകാരി മരിച്ചു. കല്ലറ സ്വദേശി അനീഷിന്റെ മകൾ ത്രയാനന്ദയാണ് മരിച്ചത്. തിരുവനന്തപുരം പൊന്മുടി റോഡിലാണ് അപകടം. കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് മരുമകളുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം പ്രതി റിമാൻഡിൽ. കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ മരുമകളുടെ കൈപ്പത്തി വെട്ടിമാറ്റിയത് കുടുംബാംഗങ്ങൾ തന്റെ രീതികളെ ചോദ്യം ചെയ്തതെന്ന് പ്രതി പോലീസിനോട്. കേസിലെ പ്രതി കൊട്ടാരക്കര കിഴക്കേ തെരുവ് ഐപ്പള്ളൂർ പടിഞ്ഞാറേ വീട്ടിലെ എം അലക്സാണ്ടറിനെ കോടതി റിമാൻഡ് ചെയ്തു. വെട്ടേറ്റ് വലത് കൈപ്പത്തി അറ്റുപോയ മരുമകൾ ജിൻസി ജോർജിനെ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൈപ്പത്തി തുന്നിച്ചേർത്തു. ജിൻസിയുടെ ഇടത് കൈയിലും ശരീരത്തിലും ആഴത്തിൽ 3 മുറിവുകൾ കൂടിയുണ്ട്. ഭാര്യ സാറാമ്മയുടെ പുറത്തും അലക്സാണ്ടർ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കൽ കർശന നിർദ്ദേശം നൽകി പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി. ശനിയാഴ്ച കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ കർശന നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കി 23-ന് റിപ്പോർട്ട് നൽകാനും കോടതി ഉദ്യോഗസ്ഥർക്കും അഡ്വക്കേറ്റ് കമ്മീഷണർക്കും സുരക്ഷ ഉറപ്പാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ റൂറൽ പോലീസ് മേധാവി സുരക്ഷ ഉറപ്പാക്കണം. അതേസമയം ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് നൽകിയ കത്തിലാണ് പോലീസ് മേധാവി റവേഡ ചന്ദ്രശേഖർ 3 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ യാത്രക്കാരന്റെ കാലറ്റുപോയി. പാലക്കാട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലം പുളിക്കൊണ്ടൂർ സ്വദേശി സിദ്ദീഖിന്റെ വലതുകാലാണ് അറ്റുപോയത്. ഏറെ നേരം തിരിഞ്ഞാണ് ട്രാക്കിൽ നിന്ന് മുറിഞ്ഞ കാലിന്റെ ഭാഗം കണ്ടുപിടിച്ചത്. പരിക്കേറ്റ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.